അത് തന്നെയാ മോളെ നല്ലത്. ഈ സിനിമാ ഷൂട്ടിംഗ് ആവുമ്പോഴേ 100-250 ആളുകളൊക്കെ കാണില്ലേ? എല്ലാവരും നമ്മുടെ ശമ്പളം വാങ്ങിക്കുന്നവരല്ലേ. അവരെയൊക്കെ ഭരിച്ചും ചീത്ത പറഞ്ഞും ഒക്കെ നടക്കുന്നതേ ഒരു സുഖമുള്ള ഏർപ്പാടല്ലേ. എത്രയും പെട്ടെന്ന് നടക്കാനേ എനിക്ക് നല്ല കൊതിയുണ്ട്. മുത്തശ്ശി, ഇത് ആരുടെ കോളാന്ന് നോക്കി? എന്റെ ഏട്ടത്തി കൽപ്പന. വിശേഷം അറിയാൻ വിളിക്കുന്നതായിരിക്കും. എടുക്കുമോളെ. ഹലോ. ആ പ്രിയങ്ക, വരുണിനും രാധികയ്ക്കൊക്കെ സുഖാണോ? അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? അവര് കണിമംഗലത്തല്ലേ, ഞാനല്ലേ പുറത്തായത്. കണിമംഗലത്തോ? പ്രിയങ്ക അവരിപ്പോ കണിമംഗലത്തില്ല. ഇല്ലേ? അതെന്തു പറ്റി? അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? എന്ത് കാര്യങ്ങള്? അത് ശരി. അപ്പോ ഒന്നും അറിയാതെയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്കിടയില് കണിമംഗലത്ത് നടന്നത് ചെറിയ സംഭവങ്ങളൊന്നും അല്ല. എല്ലാവർക്കും തിരിച്ച് കണിമംഗലത്തേക്ക് കയറാം. ആ കൂട്ടത്തിൽ ഈ 2 പേരും ഉണ്ടാകാൻ പാടില്ല, വരുണും രാധികയും. തെരുവില് തെണ്ടി നടന്ന 2 പേരെയും നിന്റെ അച്ഛൻ ദേവനാരായണൻ തിരുമേനി ആറ്റുവാശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ കരുതിയത് നീ മുത്തശ്ശി അവിടെ ഉണ്ടെന്നാ. ഞാനും മുത്തശ്ശി ഒരു യാത്രയില്ല, അതാ ഒന്നും അറിയാതെ പോയത്.